ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് കുഞ്ഞികൃഷ്ണൻ, ശ്രീ വി എസ് അനിൽകുമാർ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഈ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന് മുന്നിൽ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവലോകനങ്ങളോ വിവരണങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് വളരെ കൃത്യമായി വസ്തുതകൾ, കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പരിശോധിക്കേണ്ട ചുമതല പയ്യന്നൂരിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളത് വിമർശനാത്മകമായി, വസ്തുതാപരമായി പരിശോധിക്കുകയും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ഞാൻ അക്കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് വ്യക്തി ചെയ്യേണ്ട ചുമതല എന്റേതല്ല, അത് നിങ്ങളുടേതാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയാനേ പാടില്ല, പറയാൻ മുതിർന്നത് തന്നെ അക്ഷന്തവ്യമായ തെറ്റായി പോയി എന്ന് പറയുന്നത്, എന്ന് വാദിക്കുന്നത് ഭയചകിതരാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നമ്മൾ അതറിയാൻ പാടില്ല, അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നുള്ള ഭയമാണ് ആ പറച്ചിലിനെ തന്നെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പുസ്തകം ആയാലും ഈ സമീപ ദിവസങ്ങളിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ നടത്തിയ പ്രതികരണങ്ങളിലായാലും നമ്മൾ കാണുന്നത് അതിന്റെ ഗുണവും ദോഷവും യഥാർത്ഥത്തിൽ മിതത്വമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം പറയാൻ ബാക്കി വെച്ചവയാണ് ഉള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരവും പുസ്തകം വായിച്ചാലും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. പറയാതിനി വയ്യ എന്ന ഒരു വിമ്മിഷ്ടം, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കരുതേ എന്നൊരു കരച്ചിൽ, അതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. പക്ഷെ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഈ പുസ്തകം സഖാവ് കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നത് സഖാവ് വി എസിനാണ്. വൈരുദ്ധ്യാത്മകതയിലൂന്നി വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സഖാക്കൾക്ക് പകരം ആശ്രിതരെ കൂടെ കൂട്ടുകയും കമ്മിറ്റികളിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പാർട്ടി കമ്മീഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതിക്കാരെ വെള്ളപൂശുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യവും അദ്ദേഹം പ്രാദേശിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സഖാവ് വി എസും കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല എന്നാണ്. ഞാൻ പരസ്യമായി വി എസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച കാര്യം അദ്ദേഹത്തെ PB യിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ
തീരുമാനത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തോടൊപ്പമേ നിൽക്കും. സത്യത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ PBയിൽ നിന്ന് നടപടിയെടുത്തു എന്നാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. സഹകളെ, എനിക്ക് ചോദിക്കാനുള്ളത്, എന്നാണ് ഈ പാർട്ടിയുടെ വഴിയും സത്യത്തിന്റെ വഴിയും രണ്ടായി തിരിഞ്ഞത്, രണ്ട് ദിശയിലേക്കായത്? ആർക്കു വേണ്ടിയാണ് അങ്ങനെ ആയത്? ഇത് ആലോചിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷ നയങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രം മഹാൻ, ബാക്കി എല്ലാവരും മോശം എന്നുള്ള ആക്ഷേപം ആദ്യമായി സഖാവ് കുഞ്ഞികൃഷ്ണൻ കേൾക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ചോദിക്കുന്നതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. പ്രാദേശികമായി ഒന്നോ രണ്ടോ പാർട്ടി അംഗങ്ങൾ, സഖാക്കൾ നടത്തുന്ന അഴിമതി, അതേക്കുറിച്ച് ഒരു പരാതി ഉയരുന്നു. അത് സമുന്നതരായ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ നേതാക്കന്മാർ പരിശോധിക്കുന്നു. പരിശോധിച്ച ശേഷം അവരെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു, അതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു സാമാന്യ യുക്തി വെച്ച് ആലോചിച്ചാൽ വളരെ ന്യായമായ ചോദ്യമാണ്. നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇവരെല്ലാം പരിശോധിച്ചതല്ലേ? ഇവിടത്തെ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യം, കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് പറയുന്നു, ഒഞ്ചിയത്ത് പറഞ്ഞു, വയനാട്ടിൽ പറയുന്നു, കോഴിക്കോട് പറയുന്നു. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾ, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾ, അതിലുൾപ്പെട്ട പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൊലയാളികളെ, അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്ക് വന്നു ചേരുന്നത് എങ്ങനെയാണ്? അയ്യപ്പന്റെ സ്വർണം കട്ടതിന് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്നു. അത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവധിയിലാണെന്ന് വേണം കരുതാൻ. എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്ക് വന്നു ചേരുന്നത്? ജയിലിലാക്കിയത് കരുണാകരന്റെ പോലീസല്ല, ഉമ്മൻചാണ്ടിയുടെ പോലീസല്ല, സഖാവ് പിണറായി വിജയന്റെ പോലീസാണ്. രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജയിലിൽ കഴിയുന്ന 3 മാസമായി ജാമ്യം നിഷേധിക്കപ്പെട്ട ആൾക്കാരെ പോലും സംരക്ഷിക്കേണ്ട വരുന്ന ഒരു ബാധ്യത എങ്ങനെയാണ് ഈ പാർട്ടിക്ക് വരുന്നത്? ഇത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമുക്ക് ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവതരമായിട്ട് ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് സത്യത്തിൽ പറയാനുള്ളൂ. ഞാൻ അത് സംബന്ധിച്ചുള്ള ചിന്തകൾ മാത്രം പറഞ്ഞു. അത് എന്റെ ചിന്തകളാണ്. അത് മാത്രം പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ തൊട്ടടുത്ത് തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്റർ ഒരു വൈദ്യുതി ബോർഡിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വില പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ ഏർപ്പെടുത്തുന്നു. ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് പറയുന്നു ഭീമാകാരമായ വില വാങ്ങാൻ പറ്റില്ല, എക്സോർബിറ്റന്റ് പ്രൈസ് എന്ന് പറഞ്ഞത് വേണ്ട എന്ന് മാറ്റിവെക്കുന്നു. ഉടൻ അടുത്ത നിർദ്ദേശം വരുന്നു, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ 100 കോടി രൂപയുടെ ആശുപത്രി, ക്യാൻസർ ആശുപത്രി ഫ്രീ. അപ്പോ 100 കോടി രൂപ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് പരിഗണിച്ചാൽ ഈ വില ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയറബിൾ ആണ്, താരതമ്യപ്പെടുത്താവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകുന്നു. ഞാൻ ദീർഘമായി അത് പറയുന്നില്ല. ആശുപത്രി വരാൻ തീരുമാനിക്കുന്നു. ആശുപത്രിക്ക് വേണ്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു, മുഖ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റി, മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി. ആ സൊസൈറ്റിക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കുന്നു. 100 കോടി രൂപ സ്വീകരിക്കാൻ വേണ്ടി മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി തലശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നു. പക്ഷെ 1 രൂപ പോലും ആ അക്കൗണ്ടിലേക്ക് വന്നില്ല. പകരം ആ സ്ഥലത്ത് ഈ സ്ഥലമുടമയായിട്ടുള്ള മലബാർ ക്യാൻസർ സൊസൈറ്റി ചുമതലപ്പെടുത്താത്ത ഒരു കമ്പനി വന്ന് നിർമ്മാണം ആരംഭിക്കുന്നു. ഫലം 100 കോടിയുടെ സ്ഥാനത്ത് 8 കോടിയുടെ ആശുപത്രി വന്നു. 92 കോടി രൂപ സ്വാഹ. വർഷങ്ങൾക്ക് ശേഷം 2018 പ്രളയം വന്നു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ടി
വിദേശത്തുള്ള റെഡ് ക്രസന്റ് 20 കോടി രൂപ സർക്കാരിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ എന്ന സ്ഥാപനം അവർ വടക്കാഞ്ചേരിയിലെ അവരുടെ സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. 1 രൂപ പോലും ലൈഫ് മിഷന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത, ഭൂവുടമയായ ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത ഏതോ ഒരു നിർമ്മാണ കമ്പനി അവിടെ കയറി കെട്ടിടം പണി ആരംഭിക്കുന്നു. 4 തൂണ് വന്നു, 20 കോടി രൂപ ചെലവായിൽ പോയി. എങ്ങനെയാണ് ഇത് തമ്മിൽ ഇങ്ങനെ ഒരു സാമ്യം വരിക? അത് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ പറയും. മോഷ്ടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അതാണ് നമ്മൾ ഈ കണ്ടത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത് കേരളത്തിന് നഷ്ടപ്പെട്ട തുകയാണ്, ഈ നാടിന് നഷ്ടപ്പെട്ട തുകയാണ്. പക്ഷെ ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നവൻ കുത്തിത്തിരിപ്പുകാരൻ, അത് ചോദിക്കുന്നവൻ വലതുപക്ഷ മാധ്യമങ്ങളുടെ കോടാലിക്കൈ, ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിൽ പോകേണ്ടിവൻ, കുലംകുത്തി. ഇതാണ് പറയുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരയാണെന്ന് കണ്ണടച്ച് ഉച്ചവെയിൽ നിലാവെളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങിയാലേ നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരാകൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സത്യം പറയുന്നതിനേക്കാൾ വലിയ